പേളി മണിയുടെ ഒരു സ്ഥിരം വ്യൂവറാണ് ഞാൻ. പ്രത്യേകിച്ച് ആ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ആദ്യം തന്നെ പറയാം, മീമി പോയാന്നുള്ള ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി പേരെ കാണുന്ന ഒരു സാധനമാണ് മീമി പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രാമയും. അവൾ എന്താണോ അത് തന്നെയാണ് ആ കുഞ്ഞുങ്ങളിൽ പകർന്നു കിട്ടിയതെന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അതിൽ തുടർന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടികളെ കാണുന്നത്. പക്ഷെ ഇപ്പോൾ 2 ദിവസം മുമ്പ് അവർ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് വന്ന ഒരു പാട്ട്, ആ കുട്ടികൾ അങ്ങനെ പാടി എന്നുള്ളത്, അപ്പോൾ അത് കുറ്റമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ പറ്റി ഡെപ്ത് ഒന്നും അറിയത്തില്ല. അവരുടെ തന്നെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നീലു, നിന്റെ ഉണ്ണിവാവ ഒന്ന് നിന്റെ സ്റ്റൈലിൽ പാട്. എനിക്കൊരു പ്രതീക്ഷ ഇവളുണ്ടായിരുന്നു. ഇതാണ് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പലരും ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. കുറെ ഫേസ്ബുക്കിലാണ് ഞാൻ അധികം കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിന്റെ റിയാക്ഷൻ ഒക്കെ വന്നിട്ടുള്ളത്. പലരും അവരവരുടെ കുഞ്ഞുങ്ങൾ ഇതിനേക്കാൾ വൾഗറായി പറയുന്നു എന്നൊരു ഫോമാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊരു വൾഗാരിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പൊടിവായിൽ അത് വലിയ സംഗതി തന്നെയാണ്, അത് മോശം തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കത് തീർത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ല. ഈ ഒരു സ്റ്റേജ് മാത്രമല്ല കേട്ടോ. പേളി ഈ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന 1-2 ഫംഗ്ഷൻസിലൊക്കെ തന്നെ ഈ കുഞ്ഞുങ്ങൾ കുറച്ച് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പേരൻ്റ് ആണ് പേളി അത്യാവശ്യം നല്ല മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് നമ്മൾ അവരുടെ ആ ഒരു കെയറിങ് ഒക്കെ കണ്ടിരുന്നു പോകുന്ന കെയറിങ് ആണ്. ഫുഡ് കൊടുക്കുന്ന രീതിയിലായാലും ആകെ മൊത്തം ഭയങ്കര സൂപ്പർ തന്നെ, പ്രത്യേകിച്ച് ഒന്നും മോശം പറയാനായിട്ടില്ല. പക്ഷെ എന്താണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണേന്നുള്ളതാണ്. അപ്പോൾ ഈ ബിഹേവിയർ കുഴപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞത് നോർമലായിട്ടൊരു പാട്ടങ്ങ് പാടിയാൽ പോരെ. അപ്പോൾ ഇതിനകത്തൊരു കോമഡി ഒന്നുമില്ല. അത് ചിലപ്പോൾ പേളിക്ക് അത് കോമഡി ആയിരിക്കാം, പേളി അത് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൊരു മോശപ്പെട്ട ഒരു ഇതുണ്ടെന്ന് പേളിയുടെ അമ്മായിയമ്മയുടെ മുഖത്ത് ആ ഒരു സീൻ കണ്ടാൽ മനസ്സിലാകും. അവർക്കത് തീർത്തും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവർക്കെന്തോ മരുമകളോട് അത് പറയാനൊരു പേടിയുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ അവരെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള ഒരു ഭയം ആ പാവപ്പെട്ട സ്ത്രീ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കതാണ് മനസ്സിലായത്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് പിടികിട്ടിയത്. പക്ഷെ ഇതിനകത്ത് ഒന്ന് കമൻസ് വേണം വായിക്കുക. ഒത്തിരി കമൻസ് ഉണ്ട്, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. മെയിനായിട്ട് ഇവരുടെ കമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ പറയുന്ന ഒരു കാര്യം, പണക്കാരൻ്റെ മക്കൾ ചെയ്താൽ സോ ക്യൂട്ട്, കൂട്ടിനെസ് ഓവർലോഡ്, പാവങ്ങളുടേതാണെങ്കിൽ വളർത്തു ദോഷം. ഈ ഒരു ഫോമിലുള്ള കുറേയധികം കമൻസ് ആണ് കണ്ടിട്ടുള്ളത്. കുറേയൊക്കെ പേളി കട്ട് ചെയ്തു, കാരണം ഒത്തിരി കമൻസ് ഞാൻ കണ്ടു. പിന്നീട് റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് അതില്ല. പിന്നെ ഇതെടുത്ത് റീപോസ്റ്റ് ചെയ്യുന്നവർക്കും താഴെ വരുന്ന കമൻസിൽ ഈ മോശം കമൻസ് മിക്കവാറും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാകും ഒത്തിരി പേര് ഇതിന് നെഗറ്റീവ് ഇതാണ് കൊടുത്തിട്ടുള്ളതെന്നേ. ഒരു കമൻറ്റിൽ അപ്പി വാവേ എല്ലാ വീട്ടിലും ഇങ്ങനെ പാടുന്ന കുട്ടികൾ ഉണ്ടാകും എന്നുള്ള സൗമ്യ സുബിന്റെ കമന്റ് താഴെ വന്നിട്ട് പേളി ഇട്ടൊരു വോയിസ് കേൾക്കാം. അത് പറയല്ലേന്ന് പറയുമ്പോ ഓവറാക്കുന്ന ഒരു അവസ്ഥ, അത് പറയല്ലേന്ന് പറയുമ്പോ ഓവറാക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. പിന്നെ കുറേ പേര് അതിൻ്റെ സപ്പോർട്ടീവ് കമൻസ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾ മാത്രം ഇങ്ങനെ ആയി പോയല്ലോ എന്ന്, എന്ത് പറഞ്ഞാലും ഇങ്ങനെ എന്തെങ്കിലും വർത്തമാനം പറയും, എന്നിട്ട് അതൊരു സ്മൈലിയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷമത്തോടു കൂടി ഒരു കമന്റ് എഴുതിയ, അല്ലെങ്കിൽ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തൊരു ലേഡിയെ എല്ലാവരുടെ ഏറി കയറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇതും ഇതിനപ്പുറവും കാണിക്കാം. അല്ലാത്തവർ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ ഇത് ഭയങ്കരമായിട്ട് മോശമായിട്ട്, അല്ലെ അവരുടെ കുടുംബത്തെ തന്നെ ഏറി കയറ്റുന്ന കണക്ക് വർത്തമാനം പറയുന്നതാണ്. ഇന്നലെ കൂടെ എൻ്റെ വിത്ത് പാടിയതേ ഉള്ളൂ, അതും ഒരു പാർക്കിൽ പോയപ്പോൾ. ഏതൊരു പാട്ട് പഠിപ്പിച്ചു കൊടുത്താലും അതിൻ്റെ ഇടയിൽ കുണ്ടി അപ്പി ഇട്ടില്ലെങ്കിൽ അവന് സമാധാനമില്ല. ശരിയാണ്. അപ്പോൾ ഇത് ഒരാളുടെ വീട്ടിൽ മാത്രം നടക്കുന്ന സംഗതിയല്ല, ഒത്തിരി പേരുടെ വീട്ടിൽ നടക്കുന്നതാണ് അന്ന് അവരൊക്കെ അവിടെ ഒന്ന് പറയുകയാണ് കേട്ടോ. ഇനി ഇതിനകത്തുള്ള ഒരു കമൻറ്റ് ശ്രദ്ധിക്കാം. ചേച്ചി എന്ത് ഭംഗിയായിട്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്, ശരിക്ക് ചേച്ചി ഒരു നല്ല അമ്മയാണ്. അതിന് പേളിയുടെ മറുപടി കേട്ടുള്ള. താങ്ക് യു സോ മച്ച്. ആ പാട്ടൊക്കെ കേട്ടായിരുന്നല്ലോ അല്ലേ? ഇത് പേളി സ്വയം കളിയാക്കിയതാണോ, സത്യത്തിൽ പേളിക്ക് മനസ്സിലായിട്ടാണോ, എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. ചേച്ചി പാട്ട് രസമുണ്ട്, ഞങ്ങൾ കുറെ ചിരിച്ചു, ചിക്കൻ കറിയും സൂപ്പർ. ഞാനും ചിരിക്കുന്നുണ്ടായിരുന്നു, കണ്ടല്ലോ അല്ലേ? ഒരു വളിങ്ങ ചിരി.
ഇപ്പം ഏകദേശം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു വീഡിയോയ്ക്ക് കുറേ ബാഡ് കമൻസ് ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. മേ ബി അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് സ്വാഭാവികമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത കമൻറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാമല്ലോ. പക്ഷെ ഒരു വിഷയമുണ്ട്, നമ്മൾ നല്ല പേരൻ്റൊക്കെ തന്നെയാണ്, കുട്ടികളെ ഇത്തരത്തിൽ ഇട്ടുകൊടുക്കാതിരുന്നൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എൻ്റെ ഒരു ഡൗട്ടാണ്. പേളിക്ക് അത്യാവശ്യത്തിന് നല്ല വ്യൂഷിപ്പ് ഉണ്ട്, നല്ല രീതിയിൽ പോകും. ഇപ്പം തന്നെ ഒരു 7 എന്തോ ഈ ഒരൊറ്റ സ്പെസിഫിക് വീഡിയോ തന്നെ പോയിട്ടുണ്ട്. അല്ലാത്ത കണ്ടന്റ് ഇട്ടാൽ പോലും നല്ല റീച്ചിലേക്ക് പോവുമെങ്കിലും കുട്ടികളെ ഏറി കയറ്റാൻ തക്കവണ്ണമുള്ള സാധനം ഇട്ട് കൊടുത്തത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു മിസ്ബിഹേവ്, ഓഫ്കോഴ്സ് ഇത് മിസ്ബിഹേവ് ആണ്. ഇത് എല്ലാവരുടെ വീട്ടിലുണ്ട്, എല്ലാവരുടെ വീട്ടിലും ഇത് സംസാരിക്കുന്നുണ്ട്, എല്ലാവരുടെ വീട്ടിലും ഉണ്ടെന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടി കുറേ കമന്റ് ഇട്ട് ആരൊക്കെ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇന്ന് വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ അപ്പിക്കുണ്ടി എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ പാട്ടൊന്നും കുട്ടികൾ പാടത്തില്ല. ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും നാക്ക് പഴിച്ചിട്ടുള്ള പാട്ടുകൾ വരും എന്നതിനപ്പുറം ഇത്തരത്തിലൊരു സോങ്ങിനെ ഇത്രയും ഇതായിട്ട് പാടുകയൊന്നുമില്ല. ഇത് കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഈ രീതിയിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്തോ ഒന്ന് കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുകയാണ്. നന്നായിട്ട് ചമ്മി എന്ന് പറയണു, അത് മോശമാണെന്നും പേളിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒക്കെ അറിഞ്ഞിട്ടും ആ പോർഷൻ കട്ട് ചെയ്യാതെ അങ്ങോട്ട് ഇട്ടത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ആളുകൾ ഡിസ്കസ് ചെയ്യാനാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അക്സെപ്റ്റൻസിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ആരും ഒന്നും പറയത്തില്ല, അല്ലെങ്കിൽ അതിന്റെ പേരന്റിങ്ങിന് ആരും ഒന്നും പറയത്തില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണ് പേളി അത് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ പേളി ഈ പബ്ലിക്കിൽ കാണിക്കുന്ന സാധനമൊന്നുമല്ല പേളിയുടെ വീട്ടിൽ. അതുകൊണ്ടാണ് കുട്ടികൾക്ക് അത്തരം ഭാഷകൾ ഉപയോഗിക്കേണ്ടത്. പേളി വീട്ടിൽ ഇതുപോലുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഈ ബാക്ക് സൈഡിനെ ചിന്ത എന്ന് പറയും, അങ്ങനെ പറഞ്ഞ് അതിനെ ഒന്ന് പൊലിപ്പിക്കാനൊക്കെ ശ്രമിക്കും. മീൻസ് നമ്മൾ കുട്ടികൾ അങ്ങനെ പറയാം. അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഭാഷകളൊന്നും അറിഞ്ഞൂടാ. അവരുടെ വീട്ടിൽ എൻ്റർലി ഡിഫറൻറ്റ് സ്റ്റോറിയാണ്. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് ഇത് പെട്ടെന്ന് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചില ഒരു ചേഞ്ചസ് നമ്മുടെ വീട്ടുകളിൽ വരുത്തും. അങ്ങനെ യാതൊന്നും ഇല്ല എന്നും കുഞ്ഞുങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിഴവ് നമുക്ക് തന്നെയാണ്. അല്ലെങ്കിൽ സ്കൂളായിരിക്കും. ഞാൻ ആദ്യം ധരിച്ചത് ഈ പറയുന്ന രീതിയിൽ സ്കൂളിൽ വിടുമ്പോൾ ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾ പല വീടുകളിൽ നിന്ന് വരുന്നവരല്ലേ, അവരുമായിട്ടുള്ള എന്തോ ഒരു ഇതുകൊണ്ടായിരിക്കും. ആകെ മൊത്തത്തിൽ എന്തോ ഒരു കൺഫ്യൂഷൻ, കാണിക്കുന്നതല്ല അകത്തുള്ളതെന്നുള്ളതൊരു തോന്നൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ പേര് എന്നെ പൊങ്കാല ഇടാൻ വരണ്ട. കണ്ടാൽ നമ്മൾ പറയും, നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ആണെങ്കിൽ പോലും, ഇഷ്ടമുള്ള ഇതാണ് ഒരു ആളാണെങ്കിൽ പോലും ആ ചെയ്തതിനോട് എനിക്ക് വിയോജിപ്പാണ്. അതിനകത്ത് ഇനിയിപ്പോൾ എത്ര നല്ല കമൻസ് വന്നാലും എത്ര ഡീപ്പ് സെൻസിൽ ആളുകൾ അത് എടുത്ത് പറഞ്ഞാലും എനിക്ക് ഇതിനോട് ഒരൊറ്റ വർത്തമാനമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് അവരെ വെച്ച് കാശുണ്ടാക്കണ്ട എന്ന ഒരു രീതിയിൽ ആ ഒരു പോർഷനെങ്കിലും അങ്ങ് കട്ട് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ ഒരു ഇത് കാണിക്കാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊരു വലിയ ആഗോള പ്രശ്നമാണെന്ന് വെച്ചാൽ ആഗോള പ്രശ്നമൊന്നുമല്ല, പക്ഷേ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, അവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് മോശമായിരുന്നു എന്ന്. അവർ തന്നെ ചമ്മിയെ ചിരിച്ചു എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അവരുടെ അമ്മായിയമ്മ അവരുടെ ഫേസ് പോയ കോലം കണ്ടാൽ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. ഇത്രയും പ്രശ്നം അതിനകത്തുണ്ടെങ്കിൽ എഡിറ്റിങ്ങിന് ആളുണ്ടാവും. അതായത് പിന്നെ പേളിയും ശ്രീനിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് വരെ വീഡിയോ വരാറുണ്ട്, കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കുന്നത് വരാറുണ്ട്. അതായത് അവിടെ ഇവരുടെ കൂടെ ഒരു ക്യാമറമാൻ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കളയാൻ എന്താ ബുദ്ധിമുട്ടിരിക്കുന്നത്? അപ്പോൾ കുട്ടികൾ ചെയ്തത് എന്തോ ഭയങ്കര സംഭവമാണെന്നും എന്നുള്ള രീതിയിൽ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റാണ്. അതുകൊണ്ടാണ് പലരും ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് മറ്റൊരു വർത്തമാനം പറഞ്ഞത്. അതായത് അവരുടെ കുട്ടികൾ ചെയ്ത കൂട്ടിനസ് ഓവർലോഡ് ബാക്കിയുള്ളവർ ചെയ്താൽ ഭയങ്കര കുഴപ്പമാണ് എന്നുള്ളത്. ചെറിയ മക്കൾക്ക് തിരിച്ചറിവാകുമ്പോൾ അവരിതൊന്നും പറയാതിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില സാധനങ്ങൾ അവർ എക്സ്പോസ് ചെയ്ത് പറയും. നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നും വെച്ചിട്ടില്ല വെച്ചാൽ നമ്മൾ കുട്ടികളെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ അവിടെ ആരുടെയെങ്കിലും മുമ്പിൽ നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് കുട്ടികളത് എക്സ്പോസ് ചെയ്യും. ഇല്ലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് കുഞ്ഞുങ്ങൾ പറയും. കാരണം അവർ ഇന്നസെൻ്റ് ആണ്, അവർക്ക് അറിയില്ല, അത് അവരങ്ങ് പറയും. അപ്പം അത് കെയർ ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണ്. അങ്ങനെ അവരുടെ മുമ്പിൽ വെച്ച് നുണ പറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ആകെ മൊത്തം പേരൻ്റാണ്, നല്ല പേരൻറ്റിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പേളിയുടെ പേരൻറ്റിങ് ഒരു ഫ്ലോപ്പ് സംഗതിയാണെന്ന് മനസ്സിലാക്കാൻ ഈ കുട്ടികളെ കുറച്ച് ദിവസം നമ്മളൊന്ന് വാച്ച് ചെയ്താൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. 1-2 ഫംഗ്ഷനിലൊക്കെ പോയപ്പോൾ തന്നെ പേളി ഇത് സത്യത്തിൽ റിവീലായി വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ മൂത്ത കുട്ടി നല്ലതായിട്ട് സ്പോയിൽഡ് ആവുന്നുണ്ട്. നമ്മൾ കെയർ കൊടുക്കണം, സ്നേഹിക്കണം, ഒക്കെ ശരി തന്നെ. പക്ഷെ ഓവറായിട്ട് അവർ കാണിക്കുന്നത് കണ്ടിട്ട് അത് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പേഴ്സണലി നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മളതനുസരിക്കും, നമ്മളതൊക്കെ ഓക്കെ എന്ന് പറയും. പക്ഷെ പുറത്തുള്ളവർ അത് വല്ലതുമൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇങ്ങനെ പറയണമെന്ന് തോന്നി. പിന്നെ കൂട്ട്നെസ്സിൻ്റെ കാര്യം,
പാവപ്പെട്ടവൻ്റെതായാലും പണക്കാരൻ്റെതായാലും സെലിബ്രിറ്റിയുടെ മക്കളായാലും കുട്ടികൾ ക്യൂട്ട് തന്നെയാണ്. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. ഇവരുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അവർ ക്യൂട്ട്നെസ് ഒന്നും അവരെ തൂക്കി തലയെ വയ്ക്കുമെന്നും നിങ്ങളുടെ കുട്ടികൾ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ താറടിക്കുമെന്നും സ്പെഷ്യലി മീ അങ്ങനെയല്ല കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ തന്നെ. കുട്ടികൾ എന്തെങ്കിലും രീതിയിൽ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പേരൻസിനാണ്. ആ പേരൻ്റ് അത് കൃത്യമായ സമയത്ത് പറഞ്ഞ് വിലക്കാത്തത് കൊണ്ടാണ്. ഈ ഒരു വിഷയത്തിൽ പേളി ചെയ്തത് ഭയങ്കര റോങ് ആണ്. കുട്ടികളെ ഇങ്ങനെ പബ്ലിക്കിന് ഇട്ട് കൊടുക്കരുതായിരുന്നു. ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിനോട് പറയണം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ കൊട്ടും ചെയ്യാറുണ്ട്. ചില അമ്മമാർ ഒരു പടി കൂടെ മുളവൊക്കെ തേക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പണിഷ് ചെയ്യുന്നത്. മീൻസ് അത് തിരുത്തി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്ക് മനസ്സിലാകത്തില്ല. ഓൺസ് നമുക്ക് ആ പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പരിപാടി ചെയ്യത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ പണിഷ്മെൻറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരു ജോക്കൊന്നുമല്ല. ഇതൊക്കെ കണ്ട് ചിരിക്കുമായിരിക്കാം. പക്ഷെ എങ്ങനെയും കുറേ പേയ്മെൻറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നലിൽ പേളി ചെയ്ത ഒരു പക്ക വൃത്തികെട്ട ഒരു തെണ്ടിത്തരം ആണ് ഇത്. കുറച്ച് ഡീസൻ്റായിട്ട് എനിക്കത് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ യു ഡിസേർവ് ഇറ്റ്. ബിക്കോസ് നിങ്ങളുടെ കിഡ്സ് അത് പറയുമ്പോൾ യു ആർ എൻജോയിങ് ഇറ്റ്. ദാറ്റ് മീൻസ് യു ലൈക്ക് ദാറ്റ് തെണ്ടിത്തരം. പേളി മണി ഫാൻസ് ഒന്നും എന്നെ കൊല്ലാൻ നിൽക്കേണ്ട. ഞാനും അവളുടെ ഫാൻ തന്നെയാണ്. പറയാനുള്ളത് നമ്മൾ എവിടെയായാലും പറയും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.